ജമ്മു കാശ്മീരിലേക്ക് സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സിനെ അയക്കുകയും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം കൂടിയിരുന്നു. ഇന്നലെയായിരുന്നു അവലോകന യോഗം നടന്നത്. അതിൽ ലഫ്റ്റനന്റ് ഗവർണർ, ഒപ്പം തന്നെ അമിത്ഷാ, അജിത് ഡോവൽ തുടങ്ങിയവരുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കാനായുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി G70 ഉച്ചകോടിക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സർവ്വശക്തിയും എടുത്ത് ശക്തമായി തിരിച്ചടിക്കൂ എന്ന ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. റിയാസിയിലും കത്വയിലും ധോഡയിലും ഒക്കെയാണ് ഈ സ്പെഷ്യൽ കമാൻഡോകളെ വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചാനലുകൾക്ക് ഇത്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്യരുത്, ലൈവായിട്ട് ഈ നീക്കങ്ങൾ സംപ്രേഷണം ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പും കൂടെ കേന്ദ്രം നൽകിയിരുന്നു. ഒരുപക്ഷെ അതിർത്തി കടന്ന് അടി എത്തിയേക്കാമെന്നൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം പാക് അധിനിവേശ കാശ്മീരിന്റെ മുൻ പ്രധാനമന്ത്രിയൊക്കെ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നു, സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക്. ഏതായാലും വരും മണിക്കൂറുകൾ ഇല്ലെങ്കിൽ വരും ദിവസങ്ങൾ വളരെ നിർണായകമായി തന്നെ മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.